അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ നിലക്ക് പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയുമൊക്കെ ചെയ്യുന്നു. മാത്രമല്ല, ആ ക്ലിപ്പിനോടനുബന്ധിച്ച് സലഫികളെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പല പ്രസ്താവനകളുമൊക്കെ പലരും ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ, സമസ്തക്കാരുടെ ചില മഹല്ല് പള്ളികൾ അത് പള്ളികളല്ല അമ്പലങ്ങളാണെന്നും, അതേപോലെ ചില സമസ്തക്കാരെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അവർ മുസ്ലിമീങ്ങളല്ല എന്നൊക്കെ രൂപത്തിലുള്ള ചില കടുത്ത പരാമർശങ്ങൾ, ആ പരാമർശങ്ങളിൽ അബദ്ധങ്ങളുണ്ട്, അതിൽ സൂക്ഷ്മത കുറവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അതല്ലെങ്കിൽ ഏതാനും ചില ആളുകളെയോ ഒക്കെ കാഫിറാക്കുന്ന സമീപനം അഹ്ലുസുന്നത്തിൻ്റെ സമീപനമല്ല. മറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ കാഫിറായി പോകും, അതല്ലെങ്കിൽ ഇന്ന സംഗതികളൊക്കെ ചെയ്താൽ അത് ശിർക്കാണ്, മുശ്രിക്കായി പോകും എന്നൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് ഈ ക്ലിപ്പുമായി ഊരു ചുറ്റുന്ന ആളുകളോട് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ ആരും തന്നെ ന്യായീകരിക്കുന്നില്ല. ഈ ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹം ഖുത്ബ പറയുന്നത് KNMൻ്റെ ഒരു പള്ളിയിലാണ്. എന്നാൽ അവരും അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഹനീഫ് കായക്കൊടിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ലഭ്യവുമാകുന്നു. എന്നാൽ ആ ഒരു പരാമർശത്തെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് അത് പൊക്കിക്കൊണ്ടുവന്ന് അതിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ഇറക്കുകയും മുജാഹിദുകളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതേപോലെ തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയ ചില സമസ്തയിലെ പണ്ഡിതന്മാർ. അതുകൊണ്ട് എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രസ്താവന ഇറക്കിയ പണ്ഡിതന്മാരും അതേപോലെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് സലഫികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോടുമൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് മാത്രമല്ല, ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ നിലക്കുള്ള മറുപടിയും അമ്പലക്കടവ് ഫൈസിയും അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയ ഈ പ്രസ്താവനകൾ ഇറക്കി ഇതുമായി ഊരു ചുറ്റുന്ന അതല്ലെങ്കിൽ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ പറയണമെന്ന് വളരെ വിനീതമായി തുടക്കത്തിൽ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അമ്പലക്കടവ് ഫൈസിയോടും അതേപോലെ തന്നെ ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിനോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ആശയധാരയിൽപ്പെട്ട പണ്ഡിതന്മാർ, അതായത് സമസ്തയുടെ ആശയധാരയിൽപ്പെട്ട പണ്ഡിതന്മാർ ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? പലരെയും കാഫിറാക്കിയിട്ടില്ലേ? മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? ആ സന്ദർഭത്തിലൊന്നും നിങ്ങളുടെ പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകളോ ചോദ്യങ്ങളോ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. സാക്ഷാൽ കാന്തപുരം തന്നെ പറഞ്ഞതെന്താണ്? ഫൈസിയോടും അതേപോലെ തന്നെ ഈ പൂക്കോട്ടൂരിനോടുമൊക്കെയാണ്, അടക്കമുള്ള എല്ലാവരോടുമാണ് ചോദിക്കുന്നത്. എന്താണ് സാക്ഷാൽ കാന്തപുരം പറഞ്ഞത്? മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നും മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പില്ലാത്ത അതല്ലെങ്കിൽ സംഘടനയുമായി ബന്ധമില്ലാത്ത ഒരാളല്ല, മറിച്ച് സാക്ഷാൽ കാന്തപുരമാണ് പ്രസംഗിച്ചത്. നിങ്ങൾ ആ പ്രസംഗം കേട്ടിട്ടില്ലേ? കേൾക്കാത്തവർക്ക് വേണ്ടി അതൊന്ന് കേൾപ്പിക്കുകയാണ്. ഈ ഫൈസിയും ഈ പൂക്കോട്ടൂരും അടക്കമുള്ള ആളുകളൊക്കെ അതൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അവർ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടർ ഉണ്ട്. അവരെ പ്രബോധനത്തിനും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. ഇത് കാന്തപുരത്തിൻ്റെ വാക്കുകളാണ്. കാഫിറാക്കുകയാണ്, മുസ്ലിമീങ്ങളല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അവസാനിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ ആശയധാരകളിൽപ്പെട്ട ആളുകൾ നിരന്തരമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണിത്. വഹാബിയായ വാപ്പയാണെങ്കിൽ, അതായത് സലഫിയായ ഉപ്പയാണെങ്കിൽ ആ ഉപ്പയോട് മിണ്ടണ്ടെന്നാണ് പറയുന്നത്. വർത്തമാനം പറയാൻ പോലും പറ്റില്ല. മാത്രമല്ല, അദ്ദേഹം മരണപ്പെട്ടാൽ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല.
എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? അവരെ മുസ്ലിമീങ്ങളായി, സലഫികളെ മുസ്ലിമീങ്ങളായി പോലും നിങ്ങൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് അവരോട് മുണ്ടാനോ ആ നിലക്ക് സൗഹൃദമോ ഒന്നും പാടില്ല എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തങ്ങന്മാരാണെന്ന പേരിലും തുറാബ് തങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ പറ്റ് മുസ്ലിയാക്കന്മാരുമൊക്കെ നിരന്തരമായി ഇവിടെ പ്രസംഗിക്കുകയും ഇവിടെ ഈ അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെന്താണ് കേൾക്കാത്തത്? കേൾക്കൂ നിങ്ങൾ. ആ സ്ഥാനത്ത് അമ്മോശന് വഹാബിയാണ്, നിങ്ങൾ മുണ്ടണ്ട, നിങ്ങൾ തെറ്റിക്കോളി. സാക്ഷാൽ വാപ്പ വഹാബിയാണെങ്കിലും നിങ്ങൾ മുണ്ടണ്ട. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. സ്വന്തം വാപ്പയാണെങ്കിൽ പോലും മിണ്ടണ്ടെന്നാ പറഞ്ഞു കൊടുക്കുന്നത്. ബന്ധങ്ങൾ പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ ഈ കേരള മണ്ണിലാണിത് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചുഴലിയുടെ ഒരു ക്ലിപ്പ് പൊക്കി ഇങ്ങനെ ഈ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങളിവിടെ പറഞ്ഞു വെച്ചത് ഇവിടെ മലിനമാക്കിയത് അവിടെ കിടക്കുന്നുണ്ട്. എന്താ നിങ്ങളത് കാണാത്തത്? കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാണിച്ചു തരുന്നുണ്ട്. ഒരു വർഗീയവാദി, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വർഗീയവാദി പറയുന്നത് എന്താണെന്നറിയോ? സലഫികളാണെങ്കിൽ അവർക്ക് പച്ച വെള്ളം പോലും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് അയൽവാസിയോ അടുത്ത വീടിൻ്റെ അടുത്തൊക്കെ ഒരു BJP-കാരനുണ്ടെങ്കിൽ അയാൾക്ക് കഞ്ഞി കൊടുക്കണം, വെള്ളം കൊടുക്കണം, ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം. പ്രസംഗിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മാനസിക രോഗികളും വർഗീയവാദികളുമാണ്. നിങ്ങളത് കേട്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഫൈസി, അതേപോലെ അബ്ദുസമദ് പൂക്കോട്ടൂർ ഒക്കെ ഒന്ന് കേൾക്ക് നിങ്ങൾ. പുറത്ത് അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം, അവന്റെ വെള്ളം വാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പുറക്ക് പോകണ്ട, അവന്റെ മയ്യത്തെ സംസ്കരണത്തിൽ കൂടണ്ട, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആരിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. കേട്ടില്ലേ? പച്ചവെള്ളം പോലും കൊടുക്കരുത് എന്നാ പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിയാക്കന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? സലഫികൾ മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് അവരോട് സലാം പറയാൻ പാടില്ല, അതുപോലെ തന്നെ കൂടി പെരുമാറാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, വിരുന്നിന് വിളിച്ചാൽ പോകാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിമീങ്ങളല്ലാത്തത് കൊണ്ട്. കേൾക്ക്, പ്രസ്താവനകൾ ഇറക്കിയതൊക്കെ ഒന്ന് കേൾക്ക്. സാധാരണക്കാരെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ലേ എന്ന്. ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഫൈസി നിങ്ങൾ കണ്ടോ? നിങ്ങളെപ്പോലെയുള്ളവർ ആളുകൾ ഇത് കാണുന്നുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? മാത്രമല്ല, നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റ് സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം പ്രസംഗിച്ചത് എന്താണെന്നറിയോ? എല്ലാ സംഘടനയുടെ ആളുകൾ നരകത്തിലാണ്. സമസ്ത എന്ന സംഘടന എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘടനയാണ്. ബാക്കിയുള്ളവരൊക്കെ നരകത്തിന്റെ കക്ഷികളാണ്. കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. കേൾക്ക് നിങ്ങൾ. ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ സാക്ഷാൽ പ്രസിഡന്റ് പറഞ്ഞതാണ്. ഇതൊക്കെ അവിടെ കിടക്കുക. എന്നിട്ടാണ് പ്രസ്താവന, എന്നിട്ടാണ് മുജാഹിദുകളോട് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ മദ്രസകളിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? പിഞ്ചു മനസ്സുകൾക്ക് പോലും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? അവരുടെ മനസ്സിൽ നിങ്ങൾ കുത്തിവെക്കുന്നത് എന്താണ്? മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് സലാം പറയാൻ പാടില്ല. നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? അവർ മുസ്ലിമീങ്ങളല്ലാത്തത് കൊണ്ട്. നിങ്ങൾ നോക്കൂ, ഇതാ നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. മുസ്ലിമീങ്ങൾ പരസ്പരം, മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം സലാം പറയണം എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ എഴുതുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എന്നാൽ മുജാഹിദ്, ജമാഅത്ത് മുതലായ പുത്തൻവാദികൾക്ക് സലാം പറയരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നിങ്ങൾ കണ്ടില്ലേ?
അപ്പോൾ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ പുത്തൻവാദികൾക്ക് സലാം പറയാനും പാടില്ല. എന്നാൽ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം മുസ്ലിം സഹോദരങ്ങൾ സലാം പറയും വേണം. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് അതിൽ നിന്ന് ഒരാൾ മനസ്സിലാക്കുക? ഇവർ മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ട് സലഫികളോട്, ജമാഅത്തുകാരോട്, മുജാഹിദുകളോട്, ഈ പുത്തൻവാദികളോടൊന്നും സലാം പറയാൻ പാടില്ല എന്ന് നിങ്ങൾ, ഇത് എപിക്കാരും ഇകെക്കാരും നിങ്ങളുടെ മദ്രസകളിൽ 3ാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ ഇത്? ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അമ്പലക്കടവ് ഫൈസിയും അതേപോലെ അബ്ദുസമദ് പൂക്കോട്ടൂരുമൊക്കെ പ്രസ്താവനയും ചോദ്യവുമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളടക്കമുള്ള ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് സലഫികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയണം. ഒന്നാമത്തെ എൻ്റെ ചോദ്യം, മുജാഹിദുകൾ ഇവിടെ അറുക്കുന്നില്ലേ? അതേപോലെ അവർ ഭക്ഷണശാലകൾ നടത്തുന്നില്ലേ? ഹോട്ടലുകൾ നടത്തുന്നില്ലേ? നിങ്ങൾ പറയുമോ? നിങ്ങൾ പ്രസ്താവന ഇറക്കുമോ? നിങ്ങൾ സർക്കുലർ ഇറക്കുമോ? മുജാഹിദുകൾ അറുത്തത് തിന്നാൻ പാടില്ല, ഇനി നമ്മളാരും തിന്നരുത്, അവരുടെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്, അതേപോലെ അവരുടെ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം വാങ്ങരുത് എന്ന് പ്രസംഗിക്കാൻ, എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളത് പറയും. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, എത്രയോ നിങ്ങളുടെ പെൺകുട്ടികളെ മുജാഹിദുകൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ആ പെൺകുട്ടികളെയൊക്കെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിപ്പിക്കുമോ? നിങ്ങൾ സമസ്തക്കാർ പ്രസ്താവന ഇറക്കുമോ? അതല്ലെങ്കിൽ സർക്കുലർ ഇറക്കുമോ? മുജാഹിദുകൾക്ക് കെട്ടിച്ചു കൊടുത്തിട്ടുള്ള മുഴുവൻ പെൺകുട്ടികളെയും ത്വലാഖ് വാങ്ങാൻ നിങ്ങൾ പറയുമോ? നിങ്ങളതൊന്ന് പറ. നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കുകയാണല്ലേ, കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ എൻ്റെ ചോദ്യം, പല സമസ്തക്കാരുടെയും മക്കൾ ഇന്ന് മുജാഹിദുകളാണ്. പല സമസ്തക്കാരായ ആളുകളുടെയും മക്കൾ, വാപ്പമാർ സമസ്തക്കാരും മക്കൾ മുജാഹിദുകളുമാണ്, സലഫികളുമാണ്. നിങ്ങളവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവർക്കിനി അനന്തരാവകാശം കൊടുക്കാൻ പറ്റില്ല, കൊടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുമോ? എനിക്ക് കേൾക്കണം. പറയൂ നിങ്ങൾ. കഴിഞ്ഞിട്ടില്ല. പല വാപ്പമാരും ഇന്ന് സലഫികളാണ്. മാത്രമല്ല അവരുടെ മക്കളാണെങ്കിലോ സമസ്തയുമായി സഹകരിച്ചു പോരുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രസ്താവന ഇറക്കുമോ? നിങ്ങൾ സർക്കുലർ ഇറക്കുമോ? എന്തിറക്കും? ഇനി ആ കുട്ടികളൊന്നും ആ വാപ്പമാരായ സലഫികളുടെ അനന്തരാവകാശം വാങ്ങാൻ പാടില്ല, വാങ്ങരുത് എന്ന് നിങ്ങൾ പ്രസ്താവന ഇറക്കുമോ? വാങ്ങിയതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? നിങ്ങൾ പറയണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട്, ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രസംഗിച്ചിട്ട്, നിങ്ങൾ എഴുതിയിട്ട്, നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട്, നിങ്ങളുടെ മദ്രസകളിൽ കുഞ്ഞു പിഞ്ചു പൈതങ്ങളുടെ മനസ്സുകളിൽ പോലും നിങ്ങൾ ഈ വിഷലിപ്തമായ വാചകങ്ങൾ കുത്തിവെച്ചിട്ട് നിങ്ങൾ പ്രസ്താവന ഇറക്കാൻ വന്നിരിക്കുകയല്ലേ? നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഏത്? ഇദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗം, അത് ആരും ന്യായീകരിച്ചിട്ടില്ല, ആരും അതിനെ അനുകൂലിച്ചിട്ടില്ല. അത് ശരിയല്ല, ആ നിലക്ക് പ്രസംഗിക്കരുത്, അത് പാടില്ല, അത് കുറച്ച് സൂക്ഷ്മത കുറവാണ്, അതല്ലെങ്കിൽ അബദ്ധം വന്നിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും അത് ഏറ്റെടുക്കാതെ അതിനെ തള്ളിപ്പറഞ്ഞിട്ടും, എന്നിട്ട് നിങ്ങൾ ഈ നിലക്ക് ചോദ്യങ്ങളുമായി വരുമ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് കൂടെ നിങ്ങൾ മറുപടി പറയണം. വളരെ വിനയത്തോടുകൂടെ ഈ പ്രസ്താവനകളൊക്കെ ഇറക്കി കളിച്ച് ഇതൊക്കെ പ്രചരിപ്പിച്ച് സലഫികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അമ്പലക്കടവടക്കമുള്ള സർവ്വ ഫൈസിമാരോടും അതേപോലെ തന്നെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരോടും വളരെ വിനയത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊക്കെ ഇതിന് മറുപടി പറയുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.